ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടാക്സ്മാൻ സൊല്യൂഷൻസ്. ഇന്നത്തെ ടോപ്പിക്കും GST നോട്ടിഫിക്കേഷൻ തന്നെയാണ്. കുറച്ച് വിവാദങ്ങളും കൺഫ്യൂഷൻസും പ്രോബ്ലംസും ഒക്കെ ഉണ്ടാക്കിയ ഒരു നോട്ടിഫിക്കേഷൻ നമ്പർ 63 ആണ് നമ്മളിന്ന് കാണാൻ പോണത്. തീർച്ചയായിട്ടും കാണണം. അപ്പോൾ നമുക്ക് നേരെ നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം. ഓഗസ്റ്റ് 25, 2020 നോട്ടിഫിക്കേഷൻ നമ്പർ 63 ആണിത്. ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യണത്. കുറച്ച് പ്രോബ്ലംസും കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയ ഒരു നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ എന്താ പറയണേ നോക്കാം. ഇൻ എക്സസൈസ് ഓഫ് പവേഴ്സ് കൺഫേർഡ് ബൈ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 1 ഓഫ് ഫിനാൻസ് ആക്ട് 2019, the central government hereby appoints 1st day of September 2020 as date on which the provisions of section 100 of Finance Act 2019 shall come into force. സെക്ഷൻ 100 പ്രൊവിഷൻസ് സെപ്റ്റംബർ 1, 2020 ആക്റ്റീവ് ആവും എന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയണത്. ദേ ഷാൽ കം ഇൻ ടു ഫോഴ്സ് ഓൺ സെപ്റ്റംബർ 1, 2020. ഇത്രയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയണത്. എന്താണ് സെക്ഷൻ 100 പ്രൊവിഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഫിനാൻസ് ആക്ട് 2019. ഇതിൽ ഈ സെക്ഷൻ 100 പ്രൊവിഷൻസ് ആണ് സെപ്റ്റംബർ 1 മുതൽ എഫക്റ്റീവ് ആവാൻ പോണത്. അപ്പോൾ എന്താണ് എഫക്റ്റീവ് ആവാൻ പോണത് നമുക്ക് നോക്കാം. Provided that the interest on tax payable in respect of supplies made during a tax period and declared in the return for said period furnished after the due date in accordance with provisions of section 39, except where such return is furnished after commencement of any proceedings under section 73 or section 74 in respect of said period, shall be levied on that portion of the tax that is paid by debiting the electronic cash ledger. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ടാക്സ് അടയ്ക്കേണ്ട ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റിന് ഒരു ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. ആ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടത് നെറ്റ് ക്യാഷ് പേയബിൾ എന്ന് പറയുന്ന ആ ഒരു ഫിഗറിലായിരിക്കും. ഈ നെറ്റ് ക്യാഷ് പേയബിൾ നമ്മൾ പേ ചെയ്യണത് ഇലക്ട്രോണിക് ക്യാഷ് ലെജർ കൂടി ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഡെബിറ്റിംഗ് ദ ഇലക്ട്രോണിക് ക്യാഷ് ലെജർ എന്ന് പറയുന്നത്. ഇനി നെറ്റ് ക്യാഷ് പേയബിൾ എന്ന് പറഞ്ഞാൽ ഗ്രോസ് ടാക്സ് പേയബിൾ മൈനസ് ഇൻപുട്ട് ടാക്സ്, അതിനെയാണ് നെറ്റ് ക്യാഷ് പേയബിൾ എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനൊരു കാര്യം കൂടെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. GST ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ടാക്സ് പേയർക്കെതിരെ സെക്ഷൻ 73 അല്ലെങ്കിൽ സെക്ഷൻ 74 ആക്ഷൻ എടുക്കാൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ബാധകമല്ല. അവർ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടത് നെറ്റ് ക്യാഷ് ലയബിലിറ്റിയിലാവില്ല. അപ്പം നാച്ചുറലായിട്ടൊരു ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ് സെക്ഷൻ 73, എന്താണ് സെക്ഷൻ 74 എന്ന്. നമുക്ക് എന്താണ് സെക്ഷൻ 73, 74 എന്ന് നോക്കാം. സെക്ഷൻ 73 എന്ന് പറഞ്ഞാൽ നോട്ടീസ് വെൻ ദർ ഈസ് നോ ഫ്രോഡ് ഫോർ ടാക്സ് ഷോർട്ട് ഫോൾ. തട്ടിപ്പില്ലാതെ ടാക്സ് കുറവടക്കുകയാണെങ്കിൽ അതിനെയാണ് സെക്ഷൻ 73 എന്ന് പറയുന്നത്. അപ്പോൾ റേസ് ചെയ്യാനൊരു നോട്ടീസിനെയാണ് സെക്ഷൻ 73 എന്ന് പറയുന്നത്. This section applies to non-fraud cases when tax is unpaid or short paid, refund is wrongly made, input tax credit has been wrongly availed or utilized. ആവശ്യമുള്ളവർക്ക് ഇത് വായിച്ചു നോക്കാം. ഇനി സെക്ഷൻ 74 എന്താ പറയണേന്ന് നോക്കാം. നോട്ടീസ് വെൻ ദർ ഈസ് ഫ്രോഡ് ഫോർ ടാക്സ് ഷോർട്ട് ഫോൾ. തട്ടിപ്പ് കാണിച്ചുകൊണ്ട് കുറവ് ടാക്സ് അടയ്ക്കണ കേസ്, അല്ലെങ്കിൽ തട്ടിപ്പ് കാണിച്ചുകൊണ്ട് റോങ് ആയിട്ട് ഇൻപുട്ട് യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ റോങ് റീഫണ്ട് ക്ലെയിം ചെയ്യുക. ഇങ്ങനത്തെ ഒക്കെ കേസിൽ GST ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യും. ആ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് സെക്ഷൻ 74 പ്രകാരമാണ്. അതാണപ്പോൾ സെക്ഷൻ 74 എന്ന് പറയുന്നത്. ഈ സെക്ഷൻ പറയുന്നത് ദിസ് സെക്ഷൻ അപ്ലൈസ് ടു കേസസ് ഓഫ് ടാക്സ് ഇവേഷൻ ഇൻവോൾവിംഗ് ഫ്രോഡ്, വിൽഫുൾ മിസ്സ്റ്റേറ്റ്മെൻറ്റ്, സപ്രഷൻ ഓഫ് ഫാക്ട്സ്. ദിസ് റിസൾട്ട്സ് ഇൻ അൺപെയ്ഡ് ഓർ ഷോർട്ട് പെയ്ഡ് ടാക്സ്, റോങ് റീഫണ്ട്സ്, wrongly availed utilized input tax credit. ഇതാണ് സെക്ഷൻ 74 വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. സപ്പോസ് നമുക്ക് അടയ്ക്കാനുള്ള ടാക്സ് എന്ന് പറയുന്നത് 1 lakh ആണ്. അതാണ് ഗ്രോസ് ടാക്സ് പേയബിൾ. ITC 40,000. അപ്പോൾ നെറ്റ് ടാക്സ് പേയബിൾ എന്ന് പറയുന്നത് 1 lakh minus 40,000, 60,000 which we deposit in cash ledger and pay. ഇനി ഈ അടയ്ക്കാനുള്ള പൈസ നമ്മൾ അടയ്ക്കാൻ വൈകി. അങ്ങനെ വരുമ്പോൾ 60,000-ലാണോ അതോ 1,00,000-ലാണോ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷനും ഡൗട്ടും ഒക്കെ. പക്ഷേ
ഇനി കൺഫ്യൂഷൻ ഡൗട്ടൊന്നും വേണ്ട. ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഓൺ 60,000 വിച്ച് ഈസ് നെറ്റ് ടാക്സ് പേയബിൾ. എത്ര പൈസയാണോ ക്യാഷ് ലെഡ്ജറിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം ഡെബിറ്റ് ആവണേ, ആ ഡെബിറ്റ് ആവണ എമൗണ്ടിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടത്. പണ്ട് ഇങ്ങനെയായിരുന്നില്ല റൂള്. അക്കോർഡിംഗ് ടു ഏർലിയർ റൂൾ, ഇൻട്രസ്റ്റ് വാസ് ടു ബി കാൽക്കുലേറ്റഡ് ഓൺ ഗ്രോസ് ടാക്സ് പേയബിൾ. ബട്ട് ഇൻ ഫിനാൻസ് ആക്ട് 2019, it was amended and changed to net tax payable. ഫിനാൻസ് ആക്ട് 2019 ഗ്രോസ് ടാക്സിന് നെറ്റ് ടാക്സ് പേയബിൾ ആക്കി മാറ്റി. ബട്ട് ഇറ്റ്സ് എഫക്റ്റീവ് ഡേറ്റ് എന്ന് തൊട്ടാണ് ആ ഒരു റൂള് പ്രാബല്യത്തിൽ വരണേ എന്നുള്ളത് മാത്രം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻ 39th GST കൗൺസിൽ മീറ്റിംഗ് ഇറ്റ് വാസ് നോട്ടിഫൈഡ് ദാറ്റ് ഫ്രം ജൂലൈ 2017 onwards interest amount will be calculated on net tax liability retrospectively. So taxpayers started paying interest on net tax liability from March 2020. മാർച്ച് 2020 നടന്ന 39th GST കൗൺസിൽ മീറ്റിങ്ങിൽ ഫിനാൻസ് മിനിസ്റ്റർ ഒരു പബ്ലിക് സ്പീച്ച് നടത്തിയിരുന്നു. അതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 2017 ജൂലൈ തൊട്ട് ഇൻട്രസ്റ്റ് എമൗണ്ടുകൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നെറ്റ് ടാക്സ് ലയബിലിറ്റിയിലാണെന്നാണ്. ഇത് കേട്ടപ്പോൾ തന്നെ എല്ലാ ടാക്സ് പേയേഴ്സും അവർക്ക് അടയ്ക്കാനുണ്ടായിരുന്ന ഇൻട്രസ്റ്റുകൾ നെറ്റ് ടാക്സ് ലയബിലിറ്റിയിൽ അടയ്ക്കാൻ തുടങ്ങി. മാർച്ച് മുതൽ എല്ലാ ടാക്സ് പേയേഴ്സും നെറ്റ് ടാക്സ് ലയബിലിറ്റിയിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ തുടങ്ങി. കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോയി ആ ഒരു സമയത്ത്. പക്ഷേ ഇപ്പോൾ ഓഗസ്റ്റ് 25 ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി. നോട്ടിഫിക്കേഷൻ 63 states that interest calculation on net tax liability shall come into force only from 1st September 2020, which made lot of confusions and problems. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയത്, നോട്ടിഫിക്കേഷൻ 63. അത് ഓഗസ്റ്റ് 25. അത് പറയണത് എന്താ, ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ നടത്തേണ്ടത് നെറ്റ് ടാക്സ് ലയബിലിറ്റിയിലാണ്. പക്ഷേ അത് പ്രാബല്യത്തിൽ വരുന്നത് 1st September 2020 ഈ ഒരു നോട്ടിഫിക്കേഷൻ വായിച്ചപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനും പ്രോബ്ലമായി. കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, കൺഫ്യൂഷൻ ഈസ് വെദർ ടാക്സ് പേയേഴ്സ് ഹാവ് ടു പേ ഇൻട്രസ്റ്റ് ഇൻ ഗ്രോസ് ടാക്സ് ലയബിലിറ്റി ഓർ നെറ്റ് ടാക്സ് ലയബിലിറ്റി പ്രയർ ടു 1st September. ഈ ഒരു റൂള് വരുന്നതിന് മുമ്പുള്ള ഇൻട്രസ്റ്റുകൾ ഗ്രോസ് ടാക്സിലാണോ നെറ്റ് ടാക്സിലാണോ അടയ്ക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷനാണ് അവിടെ എല്ലാവർക്കും വന്നത്. ഇനി പ്രോബ്ലം എന്താണ്? പ്രോബ്ലംസ് വിൽ ഹാപ്പൻ if interest has to be paid on gross tax liability prior to 1st September. 1st September മുമ്പ് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടത് ഗ്രോസ് ടാക്സിലാണെന്ന് പറഞ്ഞാൽ അതൊരു പ്രോബ്ലം ആവും. കാരണം മാർച്ചിൽ നടത്തിയ പബ്ലിക് സ്പീച്ച് അനുസരിച്ച് കുറേ പേര് നെറ്റ് ടാക്സ് ലയബിലിറ്റിയിൽ ഇൻട്രസ്റ്റ് പേ ചെയ്ത് കഴിഞ്ഞു പ്രീവിയസ് ഇയേഴ്സിൻ്റെ. അപ്പോൾ അവർക്കൊക്കെ ഇനി നോട്ടീസുകൾ പിന്നെയും വന്നു തുടങ്ങും. അതൊരു പ്രോബ്ലം ആവും. Now, due to many complaints in social medias about Notification 63, CBIC on 26th August made a tweet that interest shall be payable only on net tax liability from July 2017. And it was due to technical limitation that 1st September 2020 was chosen to make the amendment come into force. ഓഗസ്റ്റ് 25 ആ നോട്ടിഫിക്കേഷൻ ഇറക്കി കഴിഞ്ഞപ്പോൾ കുറേ പേര് കംപ്ലയിൻറ്റ്സ് ഇടാൻ തുടങ്ങി സോഷ്യൽ മീഡിയാസിൽ. ചാർട്ടേഡ് അക്കൗണ്ടൻസും ടാക്സ് പ്രൊഫഷണൽസും ഒക്കെ സോഷ്യൽ മീഡിയാസിൽ ഇങ്ങനെ കംപ്ലയിൻറ്റ്സ് പറയാൻ തുടങ്ങി. കാരണം അവരുടെ അടുത്ത് വന്ന ക്ലയൻസിനോട് മാർച്ചിൽ പറഞ്ഞ പോലെ നെറ്റ് ടാക്സ് ലയബിലിറ്റിയിൽ ഇൻട്രസ്റ്റ് പേ ചെയ്തോളാനാണ് പറഞ്ഞത്. അവർ അതനുസരിച്ച് അടയ്ക്കുകയും ചെയ്തു. പക്ഷേ നോട്ടിഫിക്കേഷൻ 63 പറയണത് സെപ്റ്റംബർ മുതലാണ് ആ ഒരു റൂള് എഫക്റ്റിൽ വരണേന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനുമായി, അതൊരു പ്രോബ്ലവുമായി. എല്ലാവരും കംപ്ലയിൻറ്റ് പറയാനും തുടങ്ങി. അങ്ങനെ ആയപ്പോൾ CBIC 26th August, അതായത് പിറ്റേ ദിവസം 26th August ഒരു ട്വീറ്റ് പോസ്റ്റ് ഇട്ടു. ഇൻട്രസ്റ്റ് ഷാൽ ബി പേയബിൾ ഓൺലി ഓൺ നെറ്റ് ടാക്സ് ലയബിലിറ്റി ഫ്രം ജൂലൈ 2017. 2017 ജൂലൈ മുതൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നെറ്റ് ടാക്സ് ലയബിലിറ്റിയിൽ മതി എന്ന് പറഞ്ഞ് ഒരു ട്വീറ്റ് അവർ പോസ്റ്റ് ചെയ്തു. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടെക്നിക്കൽ ലിമിറ്റേഷൻ വന്നേക്കണമെന്നൊന്നും അറിയില്ല. അതുപോലെ എന്തുകൊണ്ടാണ് ട്വീറ്റിൽ പോസ്റ്റ് ഇട്ടേക്കണേന്നും അറിയില്ല. ഇറ്റ്സ് നോട്ട് ആൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആൻഡ് സോ ദർ ഇസ് ഡൗട്ട് വെദർ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് വാലിഡ്. അതൊരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലാത്തത് കാരണം അതിനെ നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനായിട്ട് കണക്കാക്കാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ ഇപ്പോൾ ഹോപ്പ് എന്താണെന്ന് വെച്ചാൽ വേറൊരു നോട്ടിഫിക്കേഷൻ
ഇറക്കുമെന്നാണ് പ്രതീക്ഷ. പ്രോപ്പർ ഡേറ്റ്സ് ഉള്ള ഒരു പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് നോട്ടിഫിക്കേഷൻ 63 ഉണ്ടാക്കിയ പ്രോബ്ലംസ്. ഓൾറെഡി മാർച്ചിൽ ഫിനാൻസ് മിനിസ്റ്റർ പബ്ലിക് സ്പീച്ചിൽ പറഞ്ഞു ജൂലൈ 2017 തൊട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നെറ്റ് ടാക്സ് ലയബിലിറ്റിയിലാണെന്ന്. പക്ഷേ ഓഗസ്റ്റ് 25 വേറൊരു നോട്ടിഫിക്കേഷനായിട്ട് ഇറക്കി. സെപ്റ്റംബർ 1, 2020 ഇൻട്രസ്റ്റ് നെറ്റ് ടാക്സ് ലയബിലിറ്റിയിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ GST ഫോളോ ചെയ്യാൻ എല്ലാവരും ഇത് തീർച്ചയായിട്ടും കാണണം. അപ് ടു ഡേറ്റ് ആയിരിക്കണം, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിയണം. ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരും, ഗ്രോസിൽ വേണോ നെറ്റിൽ വേണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.